ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വൈആർഎം റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനും വാങ്ങി ഒരു മൈക്ക്, അതായത് ഞാൻ വാങ്ങിയത് വയർലെസ് മൈക്കാണ്. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാവുന്ന, ഇപ്പം ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൈക്കാണിത്. അതായത് പറഞ്ഞു വരുവാണെങ്കിൽ ഇതൊരു 3-in-1 ആണ്. അതായത് ചിലവരുടെ ഫോണിൽ നമുക്ക് അതായത് CPIN കുത്തിക്കഴിഞ്ഞാൽ, ഫോണിൽ കുത്തിക്കഴിഞ്ഞാൽ റിയൽ ക്യാമറയിൽ വർക്ക് ചെയ്യത്തില്ല. അതേസമയം നിങ്ങൾ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണാണെങ്കിലൊക്കെ ഇപ്പം അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. അതേസമയം നിങ്ങൾ 3-in-1 ആയിട്ടുള്ള ഈ ഒരു സെറ്റ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈസി ആയിട്ട് പ്ലഗ് ചെയ്യാം. അതായത് മൂന്ന് ഇപ്പം ഐഫോൺ ആണെങ്കിൽ ഐഫോണിൻ്റെ പ്ലഗും ഇതിൻ്റെ അകത്ത് കുത്താം. അതേപോലെ തന്നെ മറ്റേ 3 പോയിൻ്റ് നമ്മുടെ ജാക്ക് അതിൽ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഇതുകൊണ്ട് സി ആണ് യൂസ് ചെയ്യുന്നവർക്ക് സി യൂസ് ചെയ്യാം. അപ്പം സി പ്ലഗും ഐഫോണിൻ്റെ പിന്നും അതേപോലെ നമ്മുടെ 3 പോയിൻ്റ് ജാക്കും വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വേണം നമ്മുടെ ഇയർഫോൺ യൂസ് ചെയ്യുന്നതിൽ കുത്തിയിട്ട് അതിൽ നമുക്ക് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും ഒട്ടും സമയങ്ങൾ എന്തായാലും ഞാൻ അതിനെക്കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 മീറ്റർ വരെ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 2 മൈക്കാണ് ഉള്ളത്. ഇതൊരു നോയിസ് ക്യാൻസലേഷൻ മൈക്കാണ്. അപ്പോൾ അത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കുക ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇതൊരു കമ്പനിയുടെ പേരൊന്നുമില്ല, ഇത് ഞാൻ ആമസോണിൻ്റെ അകത്തു നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിയ ഒരു ഇതാണ്. ഞാനിപ്പം ദുബായിലാണ്. ദുബായ് ഇതിനൊരു 64 ദിർഹംസേ വരുന്നുള്ളൂ. അപ്പം ഞാനത് അങ്ങനെയാണ് വാങ്ങിയത്. ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ഇങ്ങനൊരു ഇതാണ്, അതായത് ഒരു യൂസർ മാനുവൽ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ ഇതിൻ്റെ അകത്ത് 2 മൈക്കും അതേപോലെ ഒരു നമ്മുടെ അഡാപ്റ്റർ, അതായത് അഡാപ്റ്റർ എന്ന് പറയാം. ഇതാണ് അതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വിത്തൗട്ട് മൈക്കിലാണ് ഞാൻ ഈ റെക്കോർഡിംഗ് എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പം ഇത് പ്ലഗ് ചെയ്ത ശേഷമുള്ളൊരു വോയിസ് റെക്കോർഡിങ് ഞാൻ ചെയ്ത് കേൾപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ മൈക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഇതിൻ്റെ മൈക്ക് എന്ന് പറയുന്നത്. ചെറിയൊരു ഡിവൈസാണ്. അതേപോലെ ഇതാണ് ഇതിൻ്റെ റിസീവർ. 2 മൈക്കുണ്ട്. 2 മൈക്കിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇപ്പോൾ ഒരാളായിട്ട് നമ്മളിപ്പം വ്ളോഗ് ചെയ്യുവാണ്, അപ്പോൾ വേറൊരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അയാളുടെ കൂടെ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു മൈക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് 3 പോയിൻ്റ് ജാക്ക് ഉണ്ട്. അതേപോലെ സി പോർട്ടുണ്ട്. അതേപോലെ ഐഫോണിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് സി യൂസ് ചെയ്യേണ്ടവർക്ക് സി, 3 പോയിൻ്റ് ജാക്ക്, അതേപോലെ ഐഫോണിൻ്റെ. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം 3 പോയിൻ്റ് ആണ്. അതായത് ഞാൻ യൂസ് ചെയ്യുന്നൊരു സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ആ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ അകത്ത് ഇത് പ്ലഗ് ചെയ്യുമ്പം എത്ര ക്വാളിറ്റി ഉണ്ടോ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിത് രണ്ടും ഓൺ ചെയ്യാൻ പോവാണ്. അപ്പം ഓൺ ചെയ്യുമ്പം ഇവിടെ ഒരു ലൈറ്റ് എത്തുന്നുണ്ട്. ഇത് ഓൺ ചെയ്തപ്പോൾ തന്നെ ബ്ലിങ്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരു ഗ്രീൻ കളർ ഇതിൽ ഷോ ആകുന്നുണ്ട്. അതേപോലെ ഇതിൽ ഗ്രീൻ കളർ ഇതിപ്പം 2 കണക്റ്റഡ് ആണ്. അപ്പം നമ്മളിത് പ്ലഗ് ചെയ്തിട്ടൊന്ന് കേട്ട് നോക്കാം ഇതിൻ്റെ വോയിസ് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പം സംസാരിക്കുന്നൊരു മൈക്കിലാണ്. ഇത് ഞാൻ ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കിയത്. ഞാൻ എൻ്റെ ഉറുപ്പിൻ്റെ ഇവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇപ്പോൾ കിട്ടുന്നത്. ഞാനിപ്പം ഈ മൈക്കിൻ്റെ സൗണ്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ മൈക്കിൻ്റെ ക്വാളിറ്റി എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റുള്ള നോയ്സുകളൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഞാൻ മൈക്കില്ലാതെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ എല്ലാ കംപ്ലീറ്റ് നോയ്സുകളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു മൈക്കാണ്. ഇത് ആമസോൺ പ്രൈമിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ആമസോണിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ആവശ്യമില്ല. എവിടുന്ന് നമ്മൾ സാധനം വാങ്ങിച്ചു അത് പറയുന്നു. ഓക്കെ. അപ്പം ഇത് വാങ്ങാനുള്ള ഡിസ്ക്രിപ്ഷൻ ഇപ്പം ദുബായിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇട്ടുതരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് വയർലെസ് ലിവർ
മൈക്രോഫോൺ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വയർലെസ് എന്നുള്ളൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്. വേറെ ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് ഒന്നും പ്രധാനപ്പെട്ടതൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു റിസീവറും ഒരു മൈക്കുമായിട്ടും കിട്ടും. അതേപോലെ 2 മൈക്കും അതേപോലെ അതിൻ്റെ അഡാപ്റ്ററായിട്ടും കിട്ടും. അതായത് ഒരു മൈക്ക് 2 മൈക്ക് ലിവറും ഒരു ഇതും കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ലൈവ് ഷോ, ഇൻ്റർവ്യൂ, അതേപോലെ വ്ളോഗ്, ഷൂട്ടിംഗ് വീഡിയോസ്, ഇത് അങ്ങനെയൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫോണിലും യൂസ് ചെയ്യാം, നമുക്ക് ടാബിലും യൂസ് ചെയ്യാം, ഐഫോണിലും യൂസ് ചെയ്യാം. സാധാരണ ഒരു ലോക്കൽ ഫോണിലാണെങ്കിൽ പോലും ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സാംസങ് 8 എന്ന് പറയുന്ന ഫോണിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പ്ലഗ് ചെയ്തേക്കാണ്. അപ്പോൾ അതിൽ നിന്നുള്ള സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ പ്രയോജനമായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ഈ ചാനലിനകത്തുള്ളൊരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ജസ്റ്റ് മൈക്ക് വാങ്ങിച്ചു, അത് ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിച്ചു. എൻ്റെ ഒഫീഷ്യലായിട്ട് വാങ്ങിയതാണ്, അല്ലാതെ ആർക്കും വേണ്ടി ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതോ അല്ല പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു വീഡിയോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് മുൻകൂർ പറയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഉടനെ തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഇന്ത്യൻ 2 എന്നുള്ള സിനിമയുടെ റിവ്യൂ ഞാൻ എൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് പോയി കാണാനാണ്. സിനിമ 10 പൈസയ്ക്ക് കൊള്ളത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരോടെ പോയത്. പക്ഷേ കണ്ടിട്ട് ഞങ്ങൾ മുഖാമുഖം കണ്ടിട്ട് ഇരുന്ന് കരയുമായിരുന്നു. പൈസ കൊടുത്ത് പോയി കണ്ടിട്ട് പോലും നമുക്ക് ആ ഒരു എൻജോയ്മെൻ്റ് ഇല്ല ആ സിനിമ. അങ്ങനെ ഫ്ലോപ്പായി പോയി. അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് വയ്യാറും റിയാക്ഷൻ യൂട്യൂബ് ചാനൽ. വിൽ ബി മീറ്റ് വെരി സൂൺ. നെക്സ്റ്റ് ടൈം. Goodbye.